എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കഴിഞ്ഞപ്പോൾ പല പേരൻസും ചോദിച്ചൊരു കാര്യമുണ്ട്. കീമിൻ്റെ നോർമലൈസ്ഡ് റിസൾട്ടായി, ബി.ടെക് ഏത് കോളേജിലാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ബി.ടെക്കിൻ്റെ കോഴ്സ് ഏത് കോഴ്സിന് ചേരണം. പലരും പറഞ്ഞു ഈ കോളേജാണ് പ്രാധാന്യമുള്ളത്, നല്ല കോളേജിൽ ചേർന്ന് പഠിക്കണം. ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ചിന്താഗതിയാണ്, നല്ല ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ച് ചേർന്ന് പഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ബ്രാഞ്ചിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് കേട്ടിട്ടുണ്ടാവും കോർ കോമ്പിറ്റൻസി എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ്, സേ ഫോർ എക്സാമ്പിൾ ഒരു എൻവിറോൺമെൻ്റൽ എന്ന് പറയുന്നൊരു കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് ബ്രാഞ്ച് നോക്കി വേറെ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബി.ടെക്കിൻ്റെ ഏത് കോഴ്സാണോ സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സ്, ആ കോഴ്സിന് നിങ്ങൾ ചേരണം എന്നുള്ള അഭിപ്രായം, എന്നുള്ള പക്ഷത്തുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് പറയാനായിട്ട് നമുക്ക് 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നാളെ നിങ്ങളൊരു PSC പോലെയുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ UPSC പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, അത് നിങ്ങളുടെ ബ്രാഞ്ചാണ്. എന്നോട് പലരും ചോദിച്ചു ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചു. ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിരുചി ഉണ്ട്. ആ അഭിരുചിക്കനുസരിച്ചിട്ട് വേണം നമ്മുടെ കോഴ്സുകളെല്ലാം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ പറയും. പക്ഷെ പലരും ചോദിക്കും, ജനറലൈസ്ഡ് ആയിട്ട് സാറേ നമുക്ക് ജോലി സാധ്യതകൾ ഇനി വരും കാലങ്ങളിൽ ഉള്ള ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് പല പേരൻസും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടികളും കമ്പ്യൂട്ടർ സയൻസ്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AIML എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിംഗ് ആഡ് ചെയ്തത്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള മേഖലകളിലേക്ക് പോവുകയാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശങ്കരാടി പറയുന്ന പോലെ ഒരു താത്വികമായിട്ടുള്ള ഒരു അവലോകനത്തിന് ഇപ്പോൾ സമയമായി. കാരണം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ സോഫ്റ്റ്വെയർ മേഖലകളാണ്. നമുക്കറിയാം ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹയറിംഗ് ആൻഡ് ഫയറിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിന് വളരെയധികം പ്രസക്തി വന്നു. ഇഷ്ടം പോലെ ആളുകളെ കിട്ടാനുണ്ട്. നമ്മൾ തന്നെയാവണം കീ പേഴ്സൺ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാലിബർ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് കോബോൾ, ഫോർട്രാൻ എന്ന് പറയുന്നതിൽ നിന്ന് C പ്രോഗ്രാം വന്നു, പിന്നീട് C++ വന്നു, C# വന്നു, .NET വന്നു, ജാവ വന്നു. ഇപ്പോൾ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും അത്ര വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു ഫീൽഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവണം അല്ലേ. പൈത്തൺ വന്നു, പൈത്തണിൽ തന്നെ ജാങ്കോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അഥവാ സോഫ്റ്റ്വെയർ കോഡിംഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് അല്ലേ. പക്ഷേ അതിനോടൊപ്പം തന്നെ എന്തുണ്ടായി, പല ആളുകൾക്കും ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. കാരണം അവരെ കോമ്പിറ്റൻസി ഇല്ലായ്മയാണ്. അവർക്ക് കോർ കോമ്പിറ്റൻസി ഇല്ല, അപ്ഡേറ്റ് ചെയ്യാനും അപ്സ്കിൽ ചെയ്യാനുമായിട്ടുള്ള അവരുടെ ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടോ അത് ചിലപ്പോൾ അപ്സ്കിൽ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ അവർക്ക് പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. പലരും സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ഒരു മിഡ് റേഞ്ചിലുള്ള ആൾക്കാർ അല്ലേ, അവരൊക്കെയും പലപ്പോഴും പറയാം. പിന്നീട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെയും എന്തെങ്കിലും വീട്ടിലെ ജോലി പോയി കഴിഞ്ഞാൽ തന്നെ
അവർക്ക് പറയാനായിട്ട് ഇപ്പോൾ ഒരു ഭയങ്കര നല്ലൊരു വേർഡ് ഉണ്ട്. എന്താണെന്നറിയോ? വർക്ക് അറ്റ് ഹോം എന്നുള്ള വേർഡ്. വർക്ക് അറ്റ് ഹോമാണ്, അതുകൊണ്ടാണ് വീട്ടിലിരുന്നിട്ട് ലാപ്ടോപ്പ് നോക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പതുക്കെ തടിയൂരും അല്ലേ. പക്ഷേ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഈ ലോകം വിശാലമായിട്ടുള്ളൊരു ലോകമാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ റൂമിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ റൂമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ TV, ഫ്രിഡ്ജ്, AC, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊക്കെയും എന്താ ഉള്ളത്? ഇതിലൊക്കെയും എന്തുണ്ട്? ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പം അപ്പോഴാണ് ഹാർഡ്വെയർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നത് വരുന്നത്. ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എവർഗ്രീൻ ആയിട്ടുള്ളൊരു കോഴ്സാണ്. എവർഗ്രീൻ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറേ തരത്തിലുള്ള സാധ്യതകളുണ്ട്. നമ്മൾ സംസാരിച്ച് വരുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള ബിടെക്കിലത്തെ ഒരു ബ്രാഞ്ചിനെ കുറിച്ചിട്ടാണ്. ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുക ECE എന്ന് ഒരു ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ബ്രാഞ്ചിൻ്റെ പേര് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മെച്ചം? നമുക്കറിയാം HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, DRDO, ഡിഫൻസിൻ്റെ സ്ഥാപനമാണ് അല്ലേ. അതേപോലെ നമുക്ക് ഈ പറയുന്ന ബെല്ല്, ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ഉണ്ട്. BHEL, ട്രിച്ചിയിലുള്ളത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് അവർക്ക് പ്രസക്തി വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നത് അല്ലേ. ഇനി നിങ്ങൾ കേരള PSCയിൽ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് കേരള PSCയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിൽ ജോലി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ കോർ ബ്രാഞ്ചസ് ഏതാണോ അതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ആ ട്രിപ്പിൾ എന്ന് പറയുമ്പോഴും അതിൽ ഇലക്ട്രോണിക്സ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോർ ബ്രാഞ്ചസ് എന്ന് പറയുന്നതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ആണ് നമ്മൾ അറിയേണ്ടത്. കോർ ബ്രാഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ട്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തായാലും അവർക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റും. അതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൂണുപോലെ മുളിച്ചു വരുന്ന പുതിയ പുതിയ കോഴ്സുകളിലേക്കൊക്കെ കയറിപ്പോകുമ്പോൾ ഇതിന് അടിസ്ഥാനപരമായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ എന്ത് വേക്കൻസിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നോട്ട് ചെയ്യപ്പെട്ടതെന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്നാലാണ് ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരു ജോലിയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റുക അല്ലേ. സ്വാശ്രയ സ്ഥാപനങ്ങൾ, സ്വാശ്രയ മൾട്ടിനാഷണൽ കമ്പനികൾ പൊട്ടയാണെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയുടെ ഒരു സ്ഥിരതയും കൂടിയും നിങ്ങൾ പാരലായിട്ട് നോക്കണം അല്ലേ. പൂച്ച മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ 4 കാലുമ്പോൾ നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളും അതേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചകൾ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആ സബ്ജക്റ്റ് എക്സ്പെർട്ടൈസ് വെച്ച് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് ഈസിലി പറ്റുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ജോലിക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻജിനീയറിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ECE എന്ന് പറയുന്ന കോഴ്സാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോത്ത് ഹാർഡ്വെയർ പാർട്ടിലേക്കും പോവാം, സോഫ്റ്റ്വെയർ പാർട്ടിലേക്കും പോവാം. അപ്പോൾ 2 ഭാഗത്തേക്കും നിങ്ങൾക്ക് മാറി മാറി പോകാനായിട്ട് പറ്റും. വിപ്രോ എന്നുള്ള കമ്പനിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ വിപ്രോ കമ്പനി എന്ന് പറയുന്നത് ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കമ്പനികളും നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഹാർഡ്വെയർ സെക്ടറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്ത എന്ന് പറഞ്ഞ കമ്പനി അവർ പുതിയൊരു ടൈപ്പിലേക്ക് വരാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന VLSI ഡിസൈൻ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, അഥവാ ഒരു നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ IC ചിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയൊരു R&D ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. IIT മദ്രാസിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പിൻ്റെ ഫാബ്രിക്കേഷൻ മൊഡ്യൂൾസ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്. നമുക്കൊക്കെ കാണാനും അതുപോലെ തന്നെ എന്താ നടക്കണതെന്നൊക്കെ അറിയാൻ പറ്റും.
അപ്പോൾ IC ചിപ്പിൻ്റെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫാൻ വരെ റിമോട്ട് കൺട്രോൾ ഇട്ടിട്ട് നമ്മൾ ഓണാക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിരിക്കും. ഗവൺമെൻറ് സെക്ടറിലും ജോലി കിട്ടും, ഡിഫൻസ് സെക്ടറിൽ ജോലി കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ കമ്പനിയിലേക്കും ഈസി ആയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച്. അപ്പം അതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, VLSI ഭാഗമുണ്ട്, എംബഡഡ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ സിഗ്നൽസ് തൊട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതകൾ വരുന്നുണ്ട്. പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഹൈ എൻഡ് ടോപ്പിക്കാണ്, മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ജോലിക്ക് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. കുറച്ചും കൂടിയും ഈസിയാണ്, വേഗം നിങ്ങൾക്ക് കയറി പോകാനായിട്ട് പറ്റുന്ന ഒരു ബ്രാഞ്ച് കൂടിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. നമുക്കറിയാം EV എന്ന് പറഞ്ഞിട്ടുള്ള വെഹിക്കിൾസ് വന്നു. പണ്ട് മെക്കാനിക്കലായിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ എന്തായി, ഫുള്ളും ഇലക്ട്രോണിക് വെഹിക്കിൾസായി. സ്കൂട്ടർ ആയാലും ബൈക്കായാലും എല്ലാം തന്നെ, കാറ് വരെ നമുക്കെന്താണ് EV എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് വെഹിക്കിളായിട്ട് മാറി അല്ലേ. EV ചാർജിങ് സ്റ്റേഷനുകൾ വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തായി, ഇലക്ട്രോണിക്സിൻ്റെ യുഗത്തിൽ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാർഡ്വെയറിൽ പുലിയാവാൻ പറ്റും. നിങ്ങൾക്ക് ജോലി സാധ്യതകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ കോളേജ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നല്ലതാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ച്, ആ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അലുമിനിയ എന്ന് പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ കോമ്പിറ്റൻസി, നിങ്ങളുടെ കഴിവ് എന്താണ്, ആ കഴിവ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. മെക്കാനിക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ മെക്ക്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ കോർ കോമ്പിറ്റൻസിക്ക് നിങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, വിശ്വാസം കൊടുക്കേണ്ടത് അല്ലേ. ഒരു പക്ഷിയോട് ചോദിക്കുകയാണ്, ഇരിക്കുന്ന കൊമ്പിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഇരിക്കുന്ന കൊമ്പിൽ വിശ്വസിക്കില്ല, പക്ഷേ എൻ്റെ സ്വന്തം ചിറകിലാണ് ഞാൻ വിശ്വസിക്കുക. അതുപോലെ സ്വന്തം ചിറകിൽ വിശ്വസിക്കുന്നവരായിട്ട് നിങ്ങൾ ജീവിക്കുക. ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.